ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 69-ാം സങ്കീർത്തനം 20-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 69-20. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് തകർന്നു പോയൊരു ഹൃദയത്തിൻ്റെ ഉടമസ്ഥൻ്റെ അവസ്ഥയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദയം തകരാനുള്ള കാരണം ജീവിതത്തിൽ നേരിടേണ്ടി വന്ന നിന്ദയെന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നിന്ദകളിലൂടെ കടന്നുപോയി ഹൃദയം തകർന്ന് ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു എന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്ദിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്ന കാരണം ഹൃദയം തകർക്കപ്പെട്ട് ഏറ്റവും വിഷാദിച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഉറപ്പോടെ പറയാം, പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുള്ള, ജയം തരുവാൻ കഴിവുള്ള, നിന്നയെ ഉരുട്ടിക്കളയുന്ന, നിന്നയെ എന്നേക്കുമായി മാറ്റുന്ന മഹാ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. തകർന്ന ഹൃദയത്തോടെയാണോ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഇരിക്കുന്നത്? ഒന്നിനു പിറകെ ഒന്നായി നിന്ദിക്കപ്പെട്ട അനുഭവങ്ങൾ നമുക്കറിയാം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നിന്ദയിലൂടെ കടന്നുപോയ അനേകം പേരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു കൂട്ടമാണ് ദൈവജനമായ ഇസ്രായേൽ ജനം. അവർ ഗിൽഗാലിൽ എത്തിയപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മിസ്രൈമിയ നിന്ദയെ ദൈവം ഉരുട്ടിക്കളഞ്ഞു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നിശ്ചയമായിട്ടും ഇന്നലകളിൽ ജീവിതത്തിൽ കയറിക്കൂടിയ നിന്ദകളെ ഉരുട്ടിക്കളയുവാൻ കരുത്തുള്ള, കരമുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിന്ന എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയാൽ അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാനിടയായി തീരും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വേദനപ്പെട്ട്, ഭാരപ്പെട്ട്, ആകുലപ്പെട്ട്, അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ഇടപെടലുകൾ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടും. അവിടെ എഴുതിയിരിക്കുകയാണ്, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. അപ്പോൾ ജീവിതയാത്രയിൽ നിന്ദകൾ കടന്നു വരുമ്പോൾ കൂട്ടുകാരും നാട്ടുകാരും കൂടപ്പിറപ്പും രക്തബന്ധുക്കളുമൊക്കെ ആശ്രയമായി മാറുമോ എന്ന് ആവലാതിയോടെ നാം നോക്കാറുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഹൃദയം തുറന്നു പറയുകയാണ്, ഒരൊറ്റ മനുഷ്യൻ പോലും എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ചവരും എന്നെ സ്നേഹിച്ചവരും ജീവിതത്തിൻ്റെ നല്ല കാലം പങ്കുവച്ചവരുമൊക്കെയുണ്ട്. അവരാരും നിന്നയുടെ കാലത്ത് താങ്ങായി മാറേണ്ടതിന് ആരും അടുത്തു വന്നില്ല. ഇതാണോ നിങ്ങളുടെ കണ്ടീഷൻ? എല്ലാം ഉണ്ടായിരുന്നപ്പോൾ, ജയകരമായി മുൻപോട്ട് പോയപ്പോൾ, നിങ്ങളുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെട്ടിരുന്നപ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഇരുന്നപ്പോൾ, നല്ല ഉപജീവന മാർഗം ഉണ്ടായിരുന്നപ്പോൾ, നല്ല ജോലി ഉണ്ടായിരുന്നപ്പോൾ, ധാരാളം കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം.
എന്നാൽ പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായി ജീവിതത്തിൽ വരാനായി തുടങ്ങിയപ്പോൾ, പ്രശ്നങ്ങൾ ജീവിതത്തെ ബാധിക്കാനായി തുടങ്ങിയപ്പോൾ, ആരും സഹതാപം കാണിക്കാത്ത, ആരും സഹായത്തിന് വരാത്ത വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? ഈ പ്രഭാതത്തിൽ നമ്മോട് സഹതാപം കാണിക്കുന്ന ദൈവത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും അടുത്തു വന്ന് നമ്മോട് സഹതാപം കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നിന്ന ഹൃദയത്തെ തകർത്തു, വിഷാദിച്ചിരുന്നു, ആരെങ്കിലും സഹതാപം കാണിക്കുമോ എന്ന് നോക്കി. എന്നാൽ ആരും സഹതാപം കാണിച്ചില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ നമ്മളും ഇതിന് തുല്യമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കർത്താവിൻ്റെ ബലമുള്ള കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ. അടുത്ത പദം ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഭാരങ്ങളുടെയും ഒക്കെ നടുവിൽ ഹൃദയം തകർന്ന് വിഷാദിച്ച് ആരെങ്കിലും ആശ്വസിപ്പിക്കുമോ എന്ന് ചിന്തിച്ച ഭാരത്തിന്റെ നടുവിൽ ഇരുന്ന ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, പക്ഷേ ആരെയും കണ്ടില്ല ജീവിതത്തിൽ കൈതാങ്ങുവാൻ, സഹായിക്കുവാൻ, എന്തിന് ഒരു നല്ല വാക്ക് നിങ്ങളോട് പറയുവാൻ ആരുമില്ലാത്ത അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ബൈബിൾ പറയുന്നു, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു മഹാദൈവമുണ്ടെന്ന്. നിശ്ചയമായിട്ടും ഇന്ന് പകൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും, എല്ലാ ആകുലതകളും നിരാശകളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? അത് വലിയ വിടുതലിന് കാരണമായി തീരും. കാരണം തിരുവചനം പറയുന്നത്, മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആശ്വാസമറ്റാരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ പറ്റുന്ന ഒരേ ഒരിടം യേശുവിൻ്റെ സന്നിധിയാണ്. തകർന്നവരെയും നിന്ദിതരെയും ആശ്വാസമറ്റവരെയും ലോകത്തിൽ ആർക്കും വേണ്ടാതിരിക്കുമ്പോൾ യേശു നമ്മെ വിളിക്കുകയാണ്, ആശ്വാസം നൽകിത്തരാമെന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഈ സുന്ദരമായ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ജീവിതത്തിൽ നിന്ന് നിന്ദയെ മാറ്റിക്കളയുവാൻ കരുത്തുള്ള ദൈവം എന്ന് പറഞ്ഞാൽ, നിന്ദാകരമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ നിന്ദയ്ക്ക് കാരണമായിരിക്കുന്ന വിഷയത്തെ അനുകൂലമാക്കി ജയമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, എത്ര വലിയ വേദനകൾ ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആശ്വസിപ്പിക്കുവാൻ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ആശ്വാസദായകൻ എന്ന. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ആകുലകളുടെ നടുവിൽ വേദനയോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കരുണയുള്ള കരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുമോ? നിശ്ചയമായിട്ടും ഇതൊരു ജയത്തിന്റെയും അത്ഭുതത്തിന്റെയും ദൈവ പ്രവൃത്തിയുടെയും പകലായി തീരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തോട്. പരിശുദ്ധ ദൈവമേ, സ്വർഗസപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, നന്മകളെ കൊടുക്കണമേ. ഇത് ദൈവപ്രവൃത്തിയുടെ പകരായി തീരട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.